ഹായ് ഡിയേഴ്സ്. അപ്പോൾ നമ്മുടെ അയോധ്യ ക്ഷേത്രം, കാശി വിശ്വനാഥ ക്ഷേത്രം, വാരണാസി എല്ലാം നമ്മൾ വീഡിയോസിൽ കൂടെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ പോകുമ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യുമല്ലോ. ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം ഫ്ലൈറ്റിലൊക്കെ വരുന്നുണ്ട്, അധികം ലഗേജ് ക്യാരി ചെയ്യാൻ പറ്റില്ല. എങ്കിലും അവിടെ ഷോപ്പ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് ഡേ സ്റ്റാർട്ട് ചെയ്ത ഈ ഹോട്ടൽ, നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നാണ്. നമ്മൾ താമസിച്ചത് ഹോട്ടൽ പ്രൈം ലാൻഡ് 4 സ്റ്റാറാണ്, 4 സ്റ്റാർ ഹോട്ടലാണ്. അടിപൊളി ഹോട്ടലായിരുന്നു കേട്ടോ, ഗംഭീരമായിരുന്നു താമസമൊക്കെ. നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു ഹോട്ടലായിരുന്നു. കണ്ടോ, ബുദ്ധൻ്റെ ഒരു പ്രതിഷ്ഠ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇങ്ങനെയാണ് ബനാറസ് സാരികളൊക്കെ വീവ് ചെയ്യണമെന്ന് കാണിക്കണം. അപ്പോൾ നമുക്ക് പോയി കാണാൻ വരും. ഭയങ്കര ഇരുട്ടാണ്, കാണാൻ പറ്റുമെന്നറിയില്ല. ഫാക്ടറിയാണ്. So this is the machine one. By the machine they are living very fast. They have more than they are living by the machine. Machine. Can I go inside and take? ഇതാണ് ഒരു ബനാറസ് സാരികൾ ഉണ്ടാക്കുന്ന കറിയാണ്. പക്ഷേ ഇത് ഹാൻഡ് കറിയല്ല, ഇത് മെഷീൻ കറികളാണ്, അതുകൊണ്ട് ഇത്ര സൗണ്ട്. ഇവിടെ നമുക്ക് കാണാം, ഇതുണ്ട് ഇതിൻ്റെ നൂല് ത്രെഡുകളൊക്കെ ഇങ്ങനെയാണ്, ഗോൾഡൻ ത്രെഡ്, ഇതെല്ലാം ഇങ്ങനെ കണ്ടോ. ബനാറസി അതിൻ്റെ പൗഡർ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പം ഇവിടെ ബനാറസിൽ ഹാൻഡ് വീവിങ് ചെയ്യുന്ന ആൾക്കാരാണത്. ഇങ്ങനെയാണ് കൈ കൊണ്ട് ചെയ്യണത്. നമ്മൾ കാഞ്ചീപുരം പോയപ്പോൾ കണ്ടിട്ടുണ്ട്, അതേപോലെ തന്നെയാണ്. ഹാൻഡ് വീവിങ് ആണ് ഇവരൊക്കെ, ഇത് ഇവരുടെയൊക്കെ തൊഴിലാണ് ഇവിടെ, ഹാൻഡ് വീവിങ്. मुझे पिंक कलर का वेरी सॉफ्ट बनारस दिखाओ, पिंक कलर और मार्बल कलर। पिंक कलर का आगे सभी सब आते हैं। फायर द बिस्किट। अच्छा, चलिए क्या हो गया, स्लोली ये आएगा। आप लोग कहाँ से मैम? केरला। हम काशी देखने के लिए आए हैं। Have you ever been in Kerala? Have you ever been in Kerala? No. मुझे पिंक में लाइट में बनारसी तमिलनाडु, साउथ, मैसूर, कोयम्बटूर, अनेकर, ये सब जगह गया आलक्कल. We are near to the Coimbatore. Very ഇവിടെ ഒരു ഇതാണ് കുറേ ഇതാണല്ലോ, ബനാറസിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട് ഇവിടെ. ബനാറസ് ബാന്തിനി എല്ലാ കളക്ഷൻസും ഉണ്ട്. നമുക്ക് ഏത് മോഡൽ സാരി വേണമെങ്കിലും ഇവിടെ വന്ന് എടുക്കാം. റേറ്റൊക്കെ നമുക്കറിയില്ല, റേറ്റൊക്കെ അവർ പറയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് ഇതൊക്കെ കണ്ടമാനം കളക്ഷൻസ് ഉണ്ട്. ഇവരിവിടെ തന്നെ നെയ്യുന്നതും ഉണ്ട്, അല്ലാതെ പുറത്തുനിന്നും മേടിക്കുന്നതും. അപ്പം ഈ ഷോപ്പ് का नाम क्या है भाई? सी खजाना. सी खजाना. आई एम ए यूट्यूबर. ओके मैम. सो कोई आता है तो आपका एड्रेस बोलो इसमें. एड्रेस जो है बड़ी बाजार चौका घाट एरिया है ये. बड़ी बाजार चौका घाट एरिया है ये. अच्छा, ഇതൊക്കെയാണ് നിറയെ ഉണ്ട് കളക്ഷൻസ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതുപോലെ വേറെ കുറേ ഷോപ്പിംഗ് ചെയ്യണം. ഇത് റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ, വാരണാസി റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നത്. നമ്മളിനി അടുത്ത ഷോപ്പിംഗ് കാണാം കേട്ടോ. ഇതിവിടുത്തെ ഒരു ബഡാ ഷോപ്പിംഗ് സെൻറ്ററാണ് കേട്ടോ, ഒരു മാർക്കറ്റാണ്, ഗംഭീര മാർക്കറ്റാണ് കേട്ടോ. ശരിക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഷോപ്പ് ചെയ്താലും തീരില്ല, അത്രമാത്രം ഉണ്ട്. സാരീസ്, ബാംഗിൾസ്, ഓർണമെൻറ്റ്സ്, ബാഗ്സ്, സ്ട്രീറ്റ് വെൻഡേഴ്സ്, ഒരുപാട് സാധനം. അതിൻ്റെ ഇടയിൽ കൂടെ ഫുഡുണ്ട്, സ്ട്രീറ്റ് ഫുഡ്സ്, ചായ, എല്ലാം ഗംഭീരമാണ് കേട്ടോ. അപ്പോൾ ഓരോ കടയിൽ പോയി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ മൊത്തത്തിൽ കാണിക്കുന്നത്. ഇവിടെ നിന്ന് ഞങ്ങൾ കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചെറിയ ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് കാണിക്കാം എന്തൊക്കെയാണ്. എല്ലാവരും ഓരോരുത്തരായിട്ട് ഓരോ ഭാഗങ്ങളിൽ പോയി പർച്ചേസ് ചെയ്താണ്, അതുകൊണ്ട് മൊത്തത്തിൽ കാണിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ എന്തൊക്കെ വാങ്ങിച്ചു, ഞാനും ചേച്ചിയൊക്കെ വാങ്ങിച്ച് കുറച്ച് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം കേട്ടോ.
ഗംഭീര മാർക്കറ്റാണ്, സൂപ്പറായിട്ടുള്ളൊരു മാർക്കറ്റായിരുന്നു. അപ്പം നമ്മൾ അവിടുത്തെ കുറച്ചൊക്കെ കാണാൻ പറ്റുന്നുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ കുറച്ച് വീഡിയോസ് കാണിച്ചല്ലോ, ഫാക്ടറിയിൽ പോയതും അതുപോലെ ഷോപ്പിംഗ് ഒക്കെ. നമ്മൾ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ അത്ര വീഡിയോ എടുക്കാൻ പറ്റിയില്ല, എങ്കിലും അത്രയും ക്രൗഡഡ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. അവർ ബനാറസ് എന്നാണ് നമ്മൾ പറയുക. ബനാറസിലെ ഏറ്റവും ഫേമസ് ബനാറസ് സാരി തന്നെയാണ്. അവിടെ ഒരുപാട് ഫാക്ടറീസ് ഉണ്ട്, അവിടെ നെയ്ത്ത് ചെയ്തത് 2 തരം ഉണ്ട്, ഹാൻഡ് മെയ്ഡും പവർ ലൂംസും ഉണ്ട് അല്ലേ. അപ്പോൾ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ബനാറസി സാരികൾ അവിടെ ഒരുപാട് നിറയെ കളക്ഷൻസ് ഉണ്ട്. നമുക്കധികം മേടിച്ചു കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥയായതുകൊണ്ടാണ്, എങ്കിലും കുറച്ചൊക്കെ ഞങ്ങൾ എല്ലാവരും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ കൂടെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒരു ബനാറസ് സാരിയാണ് കേട്ടോ. ഇതിൻ്റെ കളർ ആക്ച്വലി ക്യാമറയിൽ എങ്ങനെ വരുമെന്ന് അറിയില്ല. ഇതൊരു ഇളം ലാവൻഡർ, വയലറ്റ് മിക്സ്ഡ് ലാവൻഡർ കളറാണ് കേട്ടോ. ഒറിജിനൽ ബനാറസിയാണ്. ഒറിജിനൽ ബനാറസി നമ്മളെങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം. അത് നൂല് നെയ്താണ് കണ്ടോ, ഇങ്ങനെ നെയ്ത്ത് നൂലാണ് കണ്ടോ. ഈ നൂലിങ്ങനെ നെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഹാൻഡ് നെയ്തതാണ്. അല്ല പ്രിൻ്റ് പോലെ വരികയാണെങ്കിൽ അത് പവർലൂമാണ്. ഇതിപ്പോൾ ഇവിടെ നൂല് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഹാൻഡ്ലൂംസാണ്. അടിപൊളി സാരി കണ്ടോ, കണ്ടോ അതിൻ്റെ ബോർഡർ കണ്ടോ, അടിപൊളി, നല്ല ഭംഗിയുണ്ട് കാണാൻ. ആൻഡ് ഇത് ജോർജറ്റ് ബനാറസിയാണ്. ഇത് ഏറ്റവും ഒരു പ്രത്യേകത, ഭയങ്കര വെയ്റ്റ്ലെസ് ആണ്, അധികം വെയിറ്റ് ചെയ്യില്ല, ഭയങ്കര വെയ്റ്റ്ലെസ് ആണ്. ഇതിൻ്റെ മുന്താണി എന്ന് വെച്ചാൽ ഇതാണ് ഇതിൻ്റെ മുന്താണി, ഈ ഭാഗമാണ് ഇതിൻ്റെ മുന്താണി. ഇപ്പം ഇങ്ങനെ വെച്ച് കാണിച്ചാൽ നിവൃത്തിയെ പിന്നെ മടക്കാൻ അതുപോലെ അറിയില്ല. ഇതാണ് അതിൻ്റെ മുന്താണി. ഓക്കെ, പിന്നെ അതിൻ്റെ ബ്ലൗസും അറ്റാച്ച്ഡ് ആണ്. ഇതാണ് അതിൻ്റെ ബ്ലൗസ് ഭാഗം എന്ന് പറയുന്നത് ഇതാണ് ബ്ലൗസ്. ഈ പീസ് ബ്ലൗസും നമുക്ക് വേണമെങ്കിൽ വേറെ കളർ ബ്ലൗസ് എടുത്ത് തെക്കാം കേട്ടോ. അല്ലെങ്കിൽ ഈ സൈഡ് വേണമെങ്കിൽ തെക്കാൻ പോകുന്നുണ്ട്, നമുക്ക് അത്ര അറിയുന്നില്ല. വേണമെങ്കിൽ ഈ സൈഡ് തെക്കാം, അല്ലെങ്കിൽ ഈ സൈഡ് തെക്കാം, മൾട്ടിപ്പിളായിട്ട് തെക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, പിന്നെ ഇതാണ് എൻ്റെ മുന്താണി. ഗംഭീരമായിട്ടുണ്ട് കേട്ടോ സാരി. അതുപോലെ ഭയങ്കര ഇതിൻ്റെ ഏറ്റവും അട്രാക്ഷൻ എന്ന് വെച്ചാൽ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഓക്കെ, ഇത് വേറൊരു സാരിയാണ്. ബ്ലഡ് റെഡ് കളറിലുള്ള ജോർജറ്റ് ബനാറസി തന്നെയാണ്. ഇതിൽ ഒരു ഭാഗം ചെറിയ ബോർഡറും മറ്റേ ഭാഗം വലിയ ബോർഡറുമാണ്. അതുപോലെ ചെറിയ ബുട്ടാസ് ഉണ്ട്. ഇതും ഹാൻഡ്ലൂമാണ്, പ്യുവർലി ഹാൻഡ്ലൂമാണ്. ഇതിൻ്റെ മുന്താണി ഉണ്ടോ, ഇതാണ് ഇതിൻ്റെ മുന്താണി. വരിക സിൽവർ കളറാണ്. റെഡിൽ സിൽവർ കളറുള്ള ബുട്ടാസും മുന്താണിയും. ഇതിൻ്റെ ബ്ലൗസ് എന്ന് പറയുന്നത് ഇതാണ്, പ്ലെയിൻ ബ്ലൗസിന് ചെറിയ ബോർഡർ വരും. ഇത് വളരെ നൈസാണ്. അപ്പോൾ നമുക്കത് വേണ്ടെങ്കിൽ വേറെ ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ടോ അങ്ങനെയുള്ള ബ്ലൗസ് എടുത്ത് തയ്ക്കാം. അപ്പോൾ ബ്ലഡ് റെഡ് കളറുള്ള ഒരു സാരിയാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ബനാറസ് സാരിയാണ്. ഇത് ജോർജറ്റ് അല്ല, ഇത് കുറച്ച് ഷൈനിങ് ആയിട്ടുള്ളത്. അഗൈൻ ഹാൻഡ്ലൂം തന്നെയാണ്. ഈ ബുട്ടാസൊക്കെ ഹാൻഡ് മെയ്ഡാണ്. ഇതിൽ ഒരു എന്ന് വെച്ചാൽ ഇത് ഇച്ചിരി ബിഗ് ബോർഡറാണ്, വലിയ ബോർഡറും പിന്നെ ഇവിടെ ഒരു കുഞ്ഞു ബോർഡറുള്ളതാണ് വരുന്നത്. അതിനൊപ്പം തന്നെ ഞാൻ അതേ കളറിലുള്ള വേറൊരു സാരിയും കൂടി എടുത്തു. അതേ കളറല്ല, ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഇതൊരു ലൈറ്റ് ബ്ലൂ, ഇത് ശകലം ഡാർക്ക് ബ്ലൂ ആയിട്ടുള്ള ഒരു ഷെയ്ഡുള്ള ഇതാണ്. അതും സെയിം വർക്കൊക്കെ സെയിമാണ്. ഇതിൻ്റെ ബിഗ് ബോർഡർ ഉണ്ട്, സ്മോൾ ബോർഡർ, ബുട്ടാസൊക്കെ സെയിം തന്നെയാണ്. ഇതിൽ ബ്ലൗസ് എന്ന് വെച്ചാൽ ഇതിൻ്റെ മുന്താണി എന്ന് വെച്ചാൽ ഇത് കാണിക്കാം. ഇതിൻ്റെ മുന്താണി ഇതാണ് കേട്ടോ. ഇതിൻ്റെ മുന്താണി ഇതാണ്. കാരണം ഇത് നിവൃത്തിയ മടക്കാൻ ഭയങ്കര പാടാതെ തോന്നുന്നു. ഇതന്നെ കണ്ടത്, ഈ ബുട്ടാസൊക്കെ ഹാൻഡ് മെയ്ഡാണ്. ഇതിൻ്റെ ഉള്ളിൽ ബോർഡർ കണ്ടോ, പച്ച നിറം. ഇവിടെ വരുമ്പോൾ ബ്ലൂ കളർ, ഇവിടെ ഗ്രീൻ കളർ. നല്ലൊരു അടിപൊളി ഭംഗിയായിട്ടുള്ള ഒരു സാരി കേട്ടോ, ഭയങ്കര ഇഷ്ടമായി. അതേപോലെ ഇതിൻ്റെ ബ്ലൗസ് നോക്കൂ, ഗ്രീൻ ആൻഡ് ഈ ബോർഡറാണ്, ഗ്രീനിൽ ഈ ബോർഡർ. അപ്പോൾ ഇങ്ങനെ ഉടുക്കുമ്പോൾ ഇത് കോൺട്രാസ്റ്റ് ആയിട്ട് വരും. ഇത് നമ്മുടെ ഉടുക്കുന്ന വശത്തും ഇത് ബ്ലൗസിൻ്റെയും വരുമ്പോൾ നല്ലൊരു കോൺട്രാസ്റ്റ് വരും. ഇത് അഗൈൻ ഹാൻഡ് മെയ്ഡാണ്, ഹാൻഡ്ലൂമാണ്. നൂല് കണ്ടോ നമുക്കറിയാം ഇത് ഹാൻഡ്ലൂമാണ് വിത്ത് ബുട്ടാസൊക്കെ ആയിട്ട്. ഇതാണ് ബ്ലൗസിൻ്റെ കളർ അടിപൊളി കളർ കേട്ടോ, ഭയങ്കര ഭംഗിയുള്ളൊരു സാരിയാണ്. അതേ തന്നെയാണ് ഈ സാരിയും. ആ സാരി ഇത് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ, കളറിലൊരു ചെറിയ വ്യത്യാസമുണ്ട്, അത് അവിടെ കാണിക്കാം. ഇത് അതേപോലെ ചെറിയ ലൈറ്റ് ഡിഫറൻസ് ഇൻ കളർ അത്രയേ ഉള്ളൂ. സെയിം മെറ്റീരിയലാണ്, ഷൈനിങ് മെറ്റീരിയൽ. ഇതിൻ്റെ മുന്താണി ഇതേ തന്നെ, സെയിം മുന്താണി, വ്യത്യാസമില്ല. അതേപോലെ പച്ച കളറ്, അതുപോലെ ബ്ലൗസും വ്യത്യാസമില്ല, സെയിം ബ്ലൗസ്. കളറിലൊരു ചെറിയ വ്യത്യാസം, ബ്ലൂ കളറിലൊരു ചെറിയ ഷെയ്ഡ് വ്യത്യാസം മാത്രമേ ഉള്ളൂ.
വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഈ 2 സാരിയും അവിടെ നിന്ന് മേടിച്ചാണ് കേട്ടോ. അടുത്ത ഒരു റെഡ് സാരിയാണ്. അത് നേരത്തെ ഉള്ളത് റെഡ് വിത്ത് സിൽവർ ആയിരുന്നു. ഇത് റെഡ് വിത്ത് സിൽവർ, ഇത് റെഡ് വിത്ത് ഗോൾഡ്. ഇതും ബനാറസിയുടെ സാരി തന്നെയാണ്. അടിപൊളി സാരി കേട്ടോ. എനിക്ക് പൊതുവെ റെഡിനോട് ഭയങ്കര ക്രേസാണ്. റെഡ് സാരി ഇതാ അടിപൊളി, നിറയെ കുറച്ച് വലിയ ബുട്ടാസാണ്. ബോർഡർ ഇങ്ങനെ അതിൻ്റെ കൂടെ തന്നെയുള്ളൊരു ബോർഡറാണ്. ഇതിൻ്റെ മുന്താണി അടിപൊളിയാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ മുന്താണി, നന്നായിട്ടില്ലേ മുന്താണിയാണ്, ചെറിയ മുന്താണിയാണ്. അപ്പം കാണാം ബോർഡർ അതുപോലെ വളരെ ചെറുതാണ്. ഇതിൻ്റെ ബ്ലൗസ് എന്ന് പറയുന്നത് ഇതാണ് ബ്ലൗസ്. ഇതാണ് ചെറിയ ബുട്ടാസുള്ള ഒരു ലൈനാണ്. ഇതിൻ്റെ ലൈൻ ബ്ലൗസാണിത്. ഇങ്ങനെ ബ്ലൗസ് ലൈനായിട്ടുള്ളതാണ്. ഇതാണ് ബ്ലൗസ്. നിറയെ വർക്ക്സ് ഉണ്ട്. റെഡ്, ഗോൾഡൻ ആൻഡ് ഗ്രീൻ മിക്സ്ഡ് കളേഴ്സാണ്. അടിപൊളി സാരി കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ ആക്ച്വലി നോക്കുമ്പോൾ ബനാറസിൽ വലിയ സെലക്ഷൻസ് ഇല്ല. അവിടെ നിറയെ സെലക്ഷനാണ്. പക്ഷെ നമുക്ക് ഫ്ലൈറ്റിൽ നമുക്ക് ലഗേജിൻ്റെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് കുറച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിതൊക്കെയാണ് മേടിച്ചത്. അങ്ങനെ എല്ലാവരും മേടിച്ചിട്ടുണ്ട്. ബനാറസിൽ വന്ന എല്ലാവരും കുറേ സാരികൾ മേടിച്ചിട്ടുണ്ട്. ഇനി വേറെ കാണിച്ചു തരാം കേട്ടോ. അടുത്തത് നമ്മൾ അവിടെ നിറയെ ഇങ്ങനത്തെ ഷർട്ട്സ് ഉണ്ട് കേട്ടോ. ആണുങ്ങൾക്കുള്ള ഷർട്ട്സ്, ജയ് ശ്രീറാം അല്ലെങ്കിൽ ഓം എന്നുള്ള ഷർട്ട്സ് കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ ശിവേട്ടനും നന്ദുമോനും അനൂപ് മോനും ഒരു ഷർട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊരു ഷർട്ട്, ഇതൊരു ഷർട്ട്. അവിടെ പോകുന്ന ആളുകളൊക്കെ ഇങ്ങനത്തെ ഷർട്ട്സ് ഉണ്ട്. ഭയങ്കര നല്ല തുണി കേട്ടോ, കോട്ടൻ്റെ സൂപ്പർ തുണി. ഇതിടുമ്പോൾ ലൈറ്റ് വെയ്റ്റ് ക്ലോത്താണ്. പുറത്തേക്ക് ഇടാൻ അങ്ങനെ വീട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ഷർട്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് സാധനങ്ങളും കൊണ്ട് മേടിച്ചിട്ടുണ്ട് കേട്ടോ. നോർത്ത് ഇന്ത്യ ഈസ് ഫേമസ് ഫോർ ചൂടീസ്, ബാംഗിൾസ്. വളരെ ഭംഗിയുണ്ട് കാണാനായിട്ട്. നമ്മൾ മാച്ച് ഉണ്ടാക്കും ഇതൊക്കെ. എല്ലാം ഒരുപാട് കളേഴ്സിലും ഡിഫറെൻറ്റ് ഡിസൈൻസിലൊക്കെ ഒരുപാട് ബാംഗിൾസ് ഉണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ഗ്ലാസ് ബാംഗിൾസും ഉണ്ട്, അതിൻ്റെ ഒപ്പം ഇങ്ങനത്തെ ബാംഗിൾസാണ് കൂടുതലും. അടിപൊളി കളേഴ്സാണ് കേട്ടോ. പിന്നെ അതുപോലെ ഇങ്ങനത്തെ കമ്മലൊക്കെ, അടിപൊളി കമ്മലൊക്കെ ഉണ്ട്. ഇത് ഞാൻ വിദ്യമോൾക്ക് മേടിച്ചാണ്. നല്ല ഒരു കമ്മലാണിത്. ഓക്കെ, ഇനി നമുക്ക് അമ്പലത്തിൽ നിന്ന് വാങ്ങിച്ച കാര്യങ്ങളാണ്. അമ്പലത്തിന് അവിടെ ആ ഭാഗത്ത് ഇത് ഗംഗാജലം കേട്ടോ. ഇതാണ് ഗംഗാജലം. ഇപ്പോൾ ഞാൻ ആളുകൾക്ക് കൊടുക്കാനായിട്ട് മേടിച്ചാണ്. അതുകൂടാതെ നമ്മൾ മേടിച്ച കുറച്ച് കാര്യങ്ങളും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഒന്ന്, ഇത് വിശാലാക്ഷി ക്ഷേത്രത്തിൽ നിന്ന് ഭഗവതിയുടെ പട്ട് പ്രസാദമായി കിട്ടി. അതുപോലെ അരിയൊക്കെ നമുക്ക് അവിടെ നിന്ന് പ്രസാദമായി തന്നതാണ് കേട്ടോ. നമ്മളടുത്ത് മേടിച്ചത് ഇവിടെ രാംലല്ലയുടെ സ്റ്റിക്കറുണ്ട്. അതേ സുപ്രധാനമായി ഒരാളിവിടെ വന്നിട്ടുണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ രാംലല്ല. അയോധ്യയുടെ ഒരു ഇതുണ്ട്, പൂജാമുറിയാണ്. അതിൽ രാംലല്ലയെ ഞാൻ പൂജാമുറിയിൽ വെച്ചപ്പോൾ നമ്മൾ രാംലല്ലയും കൂടെ ഉണ്ട്. ഇതൊക്കെയാണ് നമ്മളവിടെ നിന്ന് മേടിച്ച സാധനങ്ങൾ. ഓക്കെ, അതുപോലെ ചേച്ചി മേടിച്ച സാരികളാണ് കേട്ടോ. എൻ്റെ ചേച്ചി ഇത് കണ്ടോ, റെഡ് വിത്ത് സിൽവർ ബുട്ടാസ് ആൻഡ് സിൽവർ ബോർഡർ. അടിപൊളി സാരിയാണ് കേട്ടോ. ഇത് ഉടുക്കുന്ന ആൾ ഡോക്ടർ ദീപ്തി, സൂപ്പർ സ്പെഷ്യാലിറ്റി ഇൻ ഇൻഫെർട്ടിലിറ്റി കഴിഞ്ഞ ഡോക്ടർ, പാലക്കാട് നോവ ഇൻഫെർട്ടിലിറ്റിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എന്താവശ്യമുണ്ടെങ്കിലും ഡോക്ടറെ കോൺടാക്ട് ചെയ്യാം. മുന്താണി കണ്ടോ, അടിപൊളിയാണ്. അടുത്ത സാരി കണ്ടോ, ഇതും അത് റെഡ് കളർ. ഇതിൽ ഗോൾഡൻ വിത്ത് ഗ്രീൻ ബുട്ടാസ് ഉള്ളതാണ്. അടിപൊളിയാണ് കേട്ടോ. ഉടുത്ത് കാണേണ്ട സാരിയാണ്. എന്തായാലും ഇങ്ങനെ ചെറിയ കുട്ടികൾക്ക് ഉടുത്താൽ വളരെ ഭംഗിയായിരിക്കും. ഗംഭീരമായിട്ടുള്ളൊരു സാരിയാണ് കേട്ടോ അത്. എൻ്റെ മുന്താണി കണ്ടോ, സൂപ്പർ, കാണാനായിട്ട് ഭയങ്കര ഭംഗിയുള്ള മുന്താണിയാണ്. ഇത് ഒന്നും പറയാനില്ല. വെരി എലിഗൻറ്റ് ഗ്രാൻഡ് ലുക്കിംഗ് സാരി. ജോർജറ്റ് ബനാറസിയാണ്, നേവി ബ്ലൂ കളറാണ്. എൻ്റെ മുന്താണി നോക്കൂ, അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെ ആ സിൽവർ കോമ്പിനേഷൻ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കണ്ടപ്പോൾ തന്നെ അത് പെട്ടെന്ന് നമ്മൾ എടുത്ത ഒരു സാരിയാണ്. അത്രയും ഗോർജിയസ്. ഉടുത്താൽ പിന്നെ അതിൻ്റെ ഭംഗി പറയാനില്ല, അത്രയാണ്. അതിൻ്റെ ബ്ലൗസും എല്ലാം വളരെ ഭംഗിയുള്ളതാണ് കേട്ടോ. ഈ സാരിയെക്കുറിച്ച് പറയാനൊന്നുമില്ല, അടിപൊളി സാരിയാണ്. അത് ഓൾറെഡി ഞാൻ ഫാക്ടറി വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അവർ നെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാരി. അത് ഗോൾഡൻ ത്രെഡ് വിത്ത് റെഡ് ത്രെഡ് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. ഒരു ഗ്രാൻഡ് ലുക്കിംഗ് സാരി കേട്ടോ. ഇത് 2 ആകെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് 2 ഞങ്ങൾ തന്നെ മേടിക്കുകയും ചെയ്തു. ബ്യൂട്ടിഫുൾ സാരി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാരിയാണത്. അതിൻ്റെ ആ മുന്താണി കണ്ടോ, റെഡ് വിത്ത് ഗോൾഡൻ മിക്സ്. ആ ബോർഡർ, ആ റെഡ് സൂപ്പർ ലുക്കിംഗ് ആയിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ അത്.
അതുകൂടാതെ ഞങ്ങളിങ്ങനെ കുറേ ബാംഗിൾസൊക്കെ മേടിച്ചു. ബാംഗിൾസ് പറയാം അത്രയും കളക്ഷൻസാണ്, കളേഴ്സ് തൗസൻഡ്സ് ഓഫ് കളേഴ്സുള്ള ബാംഗിൾസിൻ്റെ മിക്സ്ഡ് കളർ. കണ്ടോ, അടിപൊളി. ഏത് ഡ്രസ്സിനും നമുക്ക് മാറി മാറി ഇടാൻ പറ്റുന്ന ബാംഗിൾസാണ് കേട്ടോ. മൾട്ടി കളേർഡ് ബാംഗിൾസ്, ഏത് ഡ്രസ്സ് ഇടുമ്പോൾ നമുക്ക് മാറി മാറി ഉപയോഗിക്കാം. അതുപോലെ വേറെ ടീച്ചർ എടുത്ത ഒരു സാരിയാണ്, ഇതും ബനാറസിയാണ്. പിങ്ക് ഷെയ്ഡുള്ളത്, ബ്ലൂ പേസ്റ്റൽ കളേഴ്സ്, അത്രയും ലൈറ്റ് കളർ ബ്ലൂ. ഈ ബ്ലൂ സാരിയൊക്കെ പറയാൻ അത്രയും ഗ്രാൻഡ് ലുക്കിംഗ് സാരീസാണ്. ഇത് ഒരു മെറൂൺ വിത്ത് ഗോൾഡൻ മുന്താണിയൊക്കെ ആയിട്ടുള്ളത്, ഇതും അതുപോലത്തെ ഒരു സാരിയാണ്. അടിപൊളി സാരികളാണ് കേട്ടോ. ഇതുണ്ട്, ഇതൊരു സൂപ്പർ നമ്മൾ നേവി ബ്ലൂ പർപ്പിൾ കണ്ട പോലത്തെ സാരിയാണ്. അടിപൊളി കളർഫുൾ സാരീസാണ്. അപ്പം ഷോപ്പിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടിപൊളി ഷോപ്പിംഗ് ആയിരുന്നു. കുറച്ചിങ്ങനെ ചെറിയ മഴ ഉള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഗംഭീരമായിരുന്നു. കൂടുതൽ സാധനം മേടിച്ചിട്ട് വരാൻ പറ്റാത്ത അവസ്ഥ, കാരണം അറിയാലോ ഫ്ലൈറ്റിൽ ഇത്രയും ലഗേജ് ലിമിറ്റ്സ് ഉള്ളതുകൊണ്ട്. പക്ഷെ കണ്ട എല്ലാം മേടിക്കാൻ തോന്നും, അത്ര. സാരി വാസ് സോ ബ്യൂട്ടിഫുൾ. ഓക്കെ, അപ്പോൾ അയോധ്യ വാരണാസി ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി മറ്റു കണ്ടൻറ്റുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും ഈ ട്രിപ്പിൻ്റെ ഗംഗാ ആരതിയും അതുപോലെ സരയൂ ആരതിയും ഇതൊക്കെ അവിടെ വന്ന് കാണാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഷൂട്ട് ചെയ്ത് കാണിക്കുന്നത്. എല്ലാവർക്കും നമ്മുടെ രാംലല്ലയുടെയും കാശി വിശ്വനാഥ് ഭഗവാന്റെയും വിശാലാക്ഷി ദേവിയുടെയും കാലഭൈരവൻ്റെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. സോ സീ യു ഇൻ അനദർ വീഡിയോ. Bye bye. Thank you. Om Namo Bhagavate Vasudevaya. Shri Vishnu Sahasranama Stotram. Suklambaradharam Vishnum शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये. व्यासं वसिष्ठनप्तारं शक्तेः पौत्रमकल्मषम् पराशरात्मजं वन्दे सुखदातं तपोनिधिम्. यस्य द्विरदवक्त्राद्याः पारिषद्याः परस्म्यतं विघ्नं निघ्नन्ति सततं विश्वक्सेनं तमाश्रये. व्यासाय विष्णुरूपाय व्यासरूपाय विष्णवे